അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നഫ്സുൽ അമ്മാറ എന്താണെന്ന് മനസ്സിലാക്കാൻ, അതേപോലെ നമ്മൾക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ്. മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ട്, പല ചിന്തകള്, സ്വഭാവങ്ങള്. പക്ഷെ നമ്മളെ അലസതയിലേക്കും പാപത്തിലേക്കും അതേപോലെ ലോകത്തിലുള്ള ഇഹലോകത്തുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കൊണ്ടുപോകുന്ന, ആത്മനിയന്ത്രണം ഇല്ലാത്ത ജീവിതത്തിക്കും വലിച്ചെടുക്കുന്ന ഒരു അവസ്ഥ. എന്ന് വെച്ചാൽ നമ്മൾ തെറ്റുകളിലേക്ക് പോവാ. നന്നാവാൻ ആഗ്രഹമുണ്ട്, മെച്ചപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ ഇന്ന ഉള്ളെന്ന് വലിക്കുന്നു ആ ഒരവസ്ഥ. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് നഫ്സുൽ അമ്മാറ എന്താണെന്ന് പറയാം. നമ്മൾക്ക് പ്രധാനമായും മൂന്ന് നഫ്സുകളായിട്ട് അള്ളാഹു ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. 7 നഫ്സുകൾ ഉണ്ട്, പക്ഷെ പ്രധാനമായിട്ടും മൂന്ന് നഫ്സുകളാണ്: നഫ്സുൽ അമ്മാറ, നഫ്സുൽ അവ്വാമ, നഫ്സുൽ മുത്മഇന്ന. നഫ്സുൽ അമ്മാറ എന്ന് പറയുന്നത് നമ്മളെ തെറ്റുകളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, ഇസ്ലാമിൽ നഫ്സ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിലെ മനസ്സ്, ആഗ്രഹങ്ങള്, ചിന്തകള്, സ്വഭാവം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. അതിനുള്ള ഏറ്റവും താഴ്ന്ന അവസ്ഥയാണ് നഫ്സുൽ അമ്മാറ എന്ന് പറയുന്നത്. അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട്, നിശ്ചയം നഫ്സ് ദോഷത്തിലേക്കാണ് ആജ്ഞാപിക്കുന്നത് ഉള്ളത്, അല്ലെങ്കിൽ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന നഫ്സ് എന്ന്. അപ്പൊ ഇത് അർത്ഥാക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലൊരു ഭാഗമുണ്ട്, അത് നമ്മളെ അലസതയിലേക്കും പാപത്തിലേക്കും ലോകാസക്തിയിലേക്കും ആത്മനിയന്ത്രണം ഇല്ലാത്ത ജീവിതത്തിലേക്കൊക്കെ വലിച്ചെടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ പാദത്തിൽ അലസത വരുന്നതും ഈ കാര്യങ്ങൾ ചെയ്യാൻ വൈകിപ്പിക്കുന്നത്, അമിത മൊബൈൽ ഉപയോഗം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഒന്ന് നഫ്സുൽ അമ്മാറ. നഫ്സുൽ അമ്മാറയിൽ നമ്മൾ തെറ്റുകളിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. നഫ്സുൽ ലവാമയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ നമ്മളെ അടുത്ത് വരും, പക്ഷെങ്കിൽ നമ്മൾ വീണ്ടും നന്മയിലേക്ക് തന്നെ തിരിയും. നമുക്ക് ഉള്ളിൽ ഭയങ്കര വിഷമവും തെറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഈ തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. നഫ്സുൽ മുത്മയിനയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ തെറ്റുകൾ ചെയ്യൂല, നമ്മൾ മനസ്സമാധാനം അടഞ്ഞ ആത്മാവായി മാറും. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങി നാളെ തന്നെ നമുക്ക് നഫ്സുൽ മുത്മയിനയിലേക്ക് എത്താൻ കഴിയില്ല. നമ്മൾ ഗ്രാജുവലി പ്രാക്ടീസ് ചെയ്ത് എത്തേണ്ട ഒരു ലെവലാണ് നഫ്സുൽ മുത്മയിന എന്ന് പറയുന്നത്. പക്ഷെ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ ചെറിയ കാര്യങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് അത് അച്ചീവ് ചെയ്യാൻ കഴിയും. വേണ്ടത് നമുക്ക് നല്ലൊരു നീയത്താണ്. ഞാൻ ഇഹലോകത്തിനും വേണ്ടിയിട്ടില്ല, അള്ളാഹിന്റെ ഇഷ്ടത്തിനും വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു ഓർമ്മ. നഫ്സുൽ അമാറയുടെ ലക്ഷണങ്ങൾ തന്നെ പല രൂപത്തിലാണ് ഒരു മുസ്ലിമയുടെ ജീവിതത്തിൽ പ്രകടമാകുക. ഒന്ന് ഇബാദത്തിൽ അലസത, നിസ്കാരം വൈകിപ്പിക്കുക, ഖുർആൻ ഓതാൻ മനസ്സില്ലാതിരിക്കുക, ദുആ ചെയ്യാൻ മടി, തഹജ്ജുദ്, ദിക്ർ ഇതൊക്കെ ഒഴിവാക്കാൻ തോന്നുക. വെച്ചാൽ അതൊന്നും സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ കഴിയാതാവുക. അപ്പം ഷെയ്ത്താനും നഫ്സും ചേർന്നാണ് ഇതിനെ ശക്തമാക്കുന്നത്. ഓക്കെ, നമ്മളെ ഉള്ളിലുള്ള ഒരു മനസ്സും ഷെയ്ത്താനും രണ്ടാളും കൂടിയാണ് നമ്മളെ ഈ രീതിയിൽ കൊണ്ടുപോകുന്നത്. അതേപോലെ രണ്ടാമത്തെ ലക്ഷണമാണ് അമിത മൊബൈൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അടിമത്തം. നമ്മളെ സമയം വെറുതെ നഷ്ടപ്പെടുത്തും. നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. നമ്മൾക്ക് 5 മിനിറ്റ് കണ്ട പോലെ ആയിരിക്കും 1-2 മണിക്കൂറും മൊബൈലിൽ കണ്ടാലും തോന്നുക. അതേപോലെ നമ്മൾ ഒരു 5 മിനിറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിന് മൊബൈൽ ഇട്ട മണിക്കൂറുകളോളം അതിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ ഖുർആനിൽ നമ്മളെ ഹൃദയം ഖുർആനിനേക്കാളും കൂടുതൽ റീൽസിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. ഇതൊക്കെ ഈ നഫ്സുൽ അമാറയുടെ ഒരു വലിയ കുടുക്കാണ്. മൂന്നാമത്തെ കാര്യം, പാപത്തെ ചെറുതായി കാണിക്കും. അത് ചെറിയ തെറ്റല്ല, അത് സാരല്ല, ഇതെല്ലാരും ചെയ്യുന്നതല്ല, ഇത് അത്ര വലിയ പാപമൊന്നുമല്ലല്ലോ, അതിന് പിന്നീട് ഇനി തൗബ ചെയ്യാം. ഇങ്ങനെ പാപത്തെ ന്യായീകരിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ, നിങ്ങളിപ്പം നഫ്സുൽ അമ്മാറയിലാണ്. ഓക്കെ. നാലാമത്തെ കാര്യം, ആളുകളുടെ അംഗീകാരം അതിയായി ആഗ്രഹിക്കും. എല്ലാവരും ഇഷ്ടപ്പെടണം എന്ന അമിത ആവശ്യം. അതിനുവേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണെങ്കിലും ആളുകളുടെ അംഗീകാരത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം ലൈക്ക്, കമന്റ്, അറ്റൻഷൻ എന്നിവയിൽ ആത്മമൂല്യം കണ്ടെത്തും. ആളുകൾ പ്രശംസിക്കാത്തപ്പോൾ തകർന്നു പോകും. നമ്മളൊരു ഡ്രസ്സ് ഇടുന്നത് പോലും മറ്റുള്ളവരെ കാണിക്കാന്, ഒരു ചെരുപ്പ് ഇടുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കാന്, ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റസ് ഇടാന്, ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റസ് ഇട്ട് എല്ലാവരും കാണിക്കാൻ. ഈ രീതിയിൽ ആളുകളെ അംഗീകരിക്കാനും ആളുകളെ പ്രശംസക്കും വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങും. അപ്പൊ അള്ളാഹുവിന്റെ സന്തോഷത്തേക്കാൾ മനുഷ്യന്റെ അംഗീകാരം പ്രധാനമാകുമ്പോൾ നമ്മളെ നഫ്സുൽ അമ്മാറ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ
നമ്മുടെ ഉള്ളിൽ കോപം, അസൂയ, താരതമ്യം, മറ്റുള്ളവരുടെ വിജയം സഹിക്കാനാവാത്ത, അതേപോലെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തിട്ട് നമ്മളെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ, ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിത പ്രതികരണം, ഇതെല്ലാം നഫ്സുൽ അമ്മാറയുടെ ലക്ഷണങ്ങളാണ്. ആറാമത്തെ കാര്യം, ഹറാമായ കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുക. ഹറാമായ കണ്ടന്റ് അല്ലെങ്കിൽ ഹറാമായ പാട്ട്, ഡാൻസ്, ഹറാമായ മ്യൂസിക്, ഹറാമായ വസ്ത്രധാരണം, ഈ ഹറാമായ ബന്ധങ്ങൾ അല്ലെങ്കിൽ അന്യപുരുഷന്മാരുമായി ഇടകലരല്, ഇങ്ങനെയുള്ള ഹറാമായ കാര്യങ്ങളിലൊക്കെ ഒരു രസം കിട്ടുക. അതിൽ കൂടുതൽ കൂടുതൽ അതിനിപ്പോ എന്താ എല്ലാരും ചെയ്യുന്നതല്ലേ എന്നുള്ളൊരു മൈൻഡിലേക്ക് പോവാം. അതേപോലെ അനാവശ്യമായിട്ടുള്ള ചാറ്റിങ്, നമ്മളെ വേണ്ടപ്പെട്ടവർക്കാണെങ്കിൽ പോലും സമയം കളയാൻ വേണ്ടിയിട്ട് വെറുതെ ഓരോന്ന് ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കാര്യമില്ലാതെ. അത് നഫ്സുൽ അമ്മാറയുടെ ലക്ഷണമാണ്. പിന്നെ കണ്ണിന്റെ ഹൃദയത്തിന്റെ പാവങ്ങള്, നമ്മൾ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതേപോലെ നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഹൃദയത്തിന്റെ ഭാവങ്ങൾ അല്ലെ. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, മറ്റുള്ളവരോട് അസൂയ തോന്നുക, കുശുമ്പ് തോന്നുക, ദേഷ്യം തോന്നുക, അവരെക്കാളും മുമ്പേ എത്തണം എന്നുള്ള വാശി, അതേപോലെ ഗീബത്ത്, നമീമത്ത്, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങളാണ്. അപ്പം അതൊക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും നഫ്സുൽ അമ്മാറയിലാണെന്നാണ്. അതേപോലെ തന്നെ മുടച്ചി കുറയാ എന്ന് വെച്ചാല് നമ്മളെ വസ്ത്രധാരണം ഇസ്ലാമിക രീതിയിലല്ലാതെ, ഇപ്പം മുടി കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മാറു മറയ്ക്കാത്ത രീതിയിൽ, തട്ടം താഴ്ത്തിയിടാത്ത രീതിയിൽ, അല്ലെങ്കിൽ ബാക്ക് മറയ്ക്കാത്ത രീതിയിൽ, തട്ടം താഴ്ത്തിയിടാത്ത രീതിയിൽ, ഇങ്ങനെ എല്ലാം കൊണ്ടും ഇസ്ലാമിക അള്ളാഹു പറഞ്ഞ രീതിയിൽ നടക്കാതെ മോഡേൺ ആയിട്ട് നടക്കുക. ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിലും നിങ്ങൾ നഫ്സുൽ അമ്മാറയിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഏഴാമത്തെ കാര്യമാണ് തൗബ നീട്ടിക്കൊണ്ടിരിക്കുക. നഫ്സിന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ട്രിക്കാണിത്. ഇനിയും സമയമുണ്ടല്ലോ, അത് പിന്നെ ആക്കാം, ഞാൻ അതിനാത്രം തെറ്റൊന്നും ചെയ്തില്ല എന്ന് എന്നും ഇങ്ങനെ തൗബ ചെയ്യാൻ, ഇങ്ങനെ നമ്മളെ തൗബ ചെയ്യുന്നത് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നഫ്സുൽ അമ്മാറയുടെ ട്രിക്കാണ്. അപ്പം പക്ഷെങ്കിൽ ഓർക്കേണ്ട കാര്യം, നമ്മളെ മരണം ഫസ്റ്റ് വാണിംഗ് തന്നിട്ടല്ല, താക്കീത് തന്നിട്ടല്ല മരണം വരുന്നത്. നമ്മളെ മരണം എപ്പോ വേണേലും അല്ലെ, ആക്സിഡന്റലി ഇങ്ങോട്ട് വരാം, പെട്ടെന്ന് വരുന്ന ഒരു കാര്യമാണ്. നമ്മളോട് ആദ്യം മുൻകൂട്ടി പറഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് തൗബ ചെയ്യാൻ സമയം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മുസ്ലിമയുടെ ജീവിതത്തിൽ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഇനി നോക്കാം. നമ്മുടെ ഹൃദയം കട്ടിയാവാൻ തുടങ്ങും. നമ്മൾ ഖുറാൻ കേട്ടാലും കണ്ണീരൊന്നും വരുന്നില്ല. അതേപോലെ ദുആ ചെയ്യുന്ന സമയത്ത് അതിലൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അതിൽ തന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അതേപോലെ സമാധാനം നഷ്ടപ്പെടും. പുറത്തെല്ലതും ഓക്കെ ആയാലും ഉള്ളിലൊരു ഇല്ലായ്മ, എന്തോ ഒരു ശൂന്യത ഉണ്ടാവും. കാരണം ഹൃദയം അള്ളാഹുവിൽ നകന്നാൽ യഥാർത്ഥ സമാധാനം കിട്ടുകയില്ല. പിന്നെ ഡിസിപ്ലിൻ, അച്ചടക്കം നഷ്ടപ്പെടും. നമ്മളെ ചിട്ടയിലുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഉം, ദിവസം ചെയ്തിരുന്ന ചിട്ടയിൽ നിന്നൊക്കെ നമ്മൾ മാറ്റം വരും. നമുക്ക് മാറ്റി വെക്കല് പിന്നേക്കാക്കാം, നീട്ടി വെക്കല് കൂടും. എല്ലാ കാര്യങ്ങളും പിന്നേക്ക് നീട്ടി വെക്കും. അതേപോലെ നമ്മളെ ലക്ഷ്യങ്ങളൊന്നും നമ്മൾ നേടൂല. ഒക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ട്, കംപ്ലീറ്റ് ആവാതെ, മുഴുവനാവാതെ കിടക്കുന്നുണ്ടാവും. നമ്മൾ കുറെ കാര്യങ്ങൾ ചിന്തിച്ച് ഇന്നത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും മുഴുവനായിട്ടുണ്ടാവില്ല. അതുപോലെ സെൽഫ് വർത്ത് താഴും. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു വില ഉണ്ടാവില്ല. നമ്മളെ തെറ്റുകളും പാപങ്ങളും അതേപോലെ തന്നെ നമ്മളെ കുറ്റബോധമൊക്കെ കൂടുന്ന സമയത്ത് ഞാൻ നല്ലൊരു മുസ്ലിം അല്ല, ഞാൻ എനിക്ക് മാറാനൊന്നും പറ്റൂല, ഇനി എങ്ങനെ മാറാൻ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. പിന്നെ നഫ്സുൽ അമ്മാറയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ചെറിയ കൺസിസ്റ്റന്റ് അമല് തുടങ്ങാം. അതാണ് ഒന്നാമത്തെ കാര്യം. ചെറിയ അമലുകളാവാം, പക്ഷെങ്കിൽ സ്ഥിരമായിട്ട് തുടങ്ങാം. ദിവസം ഒരു പേജ് ഖുറാന്, 5 മിനിറ്റ് ദിക്റ്, ഒരു നല്ല ദുആ, ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള അമല് തുടങ്ങുക. ചെറിയ അമലുകളാണ് ഹൃദയം മാറ്റുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മളെ എൻവിറോൺമെന്റ് ഒന്ന് മാറ്റാം. എന്ന് വെച്ചാല് നമ്മളെ പരിസരം ഒന്ന് മാറ്റാം. ഇതുവരെ അനിസ്ലാമികമായ രീതിയിലായിരുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് ഇസ്ലാമികമാക്കുക. നമ്മളെ ചുറ്റുവട്ടം ഒന്ന് ഇസ്ലാമികമായിട്ടുള്ള ദുആകളെ കൊണ്ട് ഒന്ന് അലങ്കരിക്കുക. അല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ ദുആകള്, ഓർമ്മപ്പെടുത്തലുകള് നമ്മളെ എപ്പോഴും കാണുന്ന സ്ഥലത്ത്, ഈവൻ നമ്മുടെ റൂമിലായാലും നമുക്ക് അവിടെ ഓക്കെ എണീറ്റാലുള്ള ദുആകള്, അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴുള്ള ദുആകള്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഒന്ന്
എഴുതിയാണ്ട് ഒട്ടിക്ക് എന്താ ചെയ്യാം. എപ്പോഴും നമ്മളിതിനെ ഓർക്കപ്പെടണം. ഓക്കെ, ഇസ്ലാമികമായ കാര്യങ്ങൾ ആ രീതിയിലേക്ക് മാറുക. പിന്നെ ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റ് ഓർക്കുക. എന്താ വെച്ചാൽ വിഷങ്ങൾ ഉള്ള കണ്ടന്റ് കാണുന്നത് നിർത്തുക, കേൾക്കുന്നത് നിർത്തുക. എന്ന് വെച്ചാൽ തെറി പറയുന്നത്, നല്ലതല്ലാത്ത ചീത്ത വീഡിയോകള്. ഓക്കെ, നമ്മളിപ്പോ പലപ്പോഴും റീൽസ് ഒക്കെ അല്ലെങ്കിൽ ഫോൺ തുറക്കുമ്പോൾ കാണുന്നതാണ് കുടുംബങ്ങൾ തമ്മിൽ, ആളുകൾ തമ്മിലൊക്കെ വഴക്ക് കൂടുന്നത്, അത് ഇത് ആവശ്യമില്ലാത്ത വാക്കുകൾ തമ്മിൽ പറയുന്നത്, കളിയാക്കുന്നത്, ഇങ്ങനത്തെ. അപ്പൊ അങ്ങനത്തെ കണ്ടന്റുകളൊക്കെ ഒഴിവാക്കാം. ഇസ്ലാമികമായിട്ടുള്ള കണ്ടന്റുകൾ മാത്രം കാണാൻ ശ്രമിക്കാം. അതേപോലെ നല്ല കമ്പനി, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം. ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. അതിനുള്ള നല്ലൊരു മാർഗമാണ് നമ്മുടെ ഗ്രൂപ്പിൽ ചേരുക എന്നുള്ളത്. ഓക്കെ, അതല്ല നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണെങ്കിലും ഉം, ഇസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് തിരഞ്ഞെടുക്കുക. അപ്പൊ നമുക്ക് അതിൽ ഒരുപാട് ആളുകളെ, നമ്മൾ അതേ ചിന്താഗതിയുള്ള ആളുകളെ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് കോഴ്സുകൾ കിട്ടുന്നതാണ്. ഞങ്ങളെ കോഴ്സിലാണെന്ന് വെച്ചാൽ ഞങ്ങളെ കോഴ്സിലും ചേരാവുന്നതാണ്. ഇൻഷാല്ല വെറും 300 രൂപ ഫീസ് വരുന്നുള്ളൂ. ഒരു മാസത്തെ കോഴ്സാണ്. അമ്മാറയിൽ നിന്നും മുത്തുമൈനയിലേക്ക് എന്നുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം. അതിലൂടെ നമുക്ക് ഡെയിലി ചെയ്യാനുള്ള ചെറിയ ചെറിയ ടാസ്കിലൂടെ നമ്മുടെ മനസ്സിന്, ശരീരത്തിന് നഫ്സുൽ അമാറയിൽ നിന്നും നഫ്സുൽ മുത്മയിനയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിന്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ആണ് നൽകുന്നത്. ഇൻഷാല്ല ചെറിയ ചെറിയ ടാസ്കിലൂടെ. അപ്പം ചേരാൻ താല്പര്യമുള്ള ഒരു കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അതിൽ കയറേട്ടോ. ഇൻഷാല്ല മൂന്നാമത്തെ കാര്യം, ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ പഠിക്കാം. അപ്പൊ നമ്മള് ഉറങ്ങുന്ന ഒരു സെയിം ടൈം ഒരു ചിട്ടയിൽ ഉറങ്ങുക. മൊബൈൽ കണ്ടു കിടന്ന് കിടന്ന് അങ്ങനെ ഉറങ്ങുന്നതിന് പകരം ഓക്കെ ഉറങ്ങാൻ പോവാണ്, ബെഡിൽ കിടന്ന് മൊബൈൽ കാണാതിരിക്കുക. അതേപോലെ ഉറങ്ങാൻ പോകുമ്പോ ആ ഒരു ചിട്ടയില് ഓതി എല്ലാതും ദുആ ചെയ്ത് ആയത്തുൽ കുർസിയും ഫാത്തിഹ ഇതൊക്കെ ഊതി മന്ത്രിച്ച് ഈ രീതിയിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഉറങ്ങുന്ന രീതിയിൽ. അതേപോലെ ഫാസ്റ്റിംഗ്, നോമ്പെടുക്കുക. അത് നമ്മളെ നഫ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളെ ചിട്ട, ഒരു ജീവിതം ചിട്ടയിലാക്കി മാറ്റാം. ശീലങ്ങൾ വർദ്ധിപ്പിക്കാം, നല്ല ശീലങ്ങൾ വർദ്ധിപ്പിക്കാം. പിന്നെ നമ്മളെ സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യാം. നമ്മൾ തന്നെ സ്വയം കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഞാൻ ഇന്ന് 5 മണിക്കൂർ കാണൂല, അല്ലെങ്കിൽ 4 മണിക്കൂർ. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാം. നെഫ്സ് എനിക്കിഷ്ടമുള്ളത് ഇപ്പൊ തന്നെ വേണം എന്നാണ് പറയാം. നമ്മളെ ഉള്ളിലുള്ള ആഗ്രഹം പറയും എനിക്കിപ്പോ വേണം, എനിക്കിപ്പോ വേണം, എനിക്കിപ്പോ റീൽസ് കാണണം, ആ രീതിയിലാണ്. പക്ഷെ നമ്മളൊരു വിശ്വാസിയാവുന്ന സമയത്ത് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന സമയത്ത് ഇത് ഹലാലാണോ, അള്ളാഹ്ക്ക് ഇഷ്ടാണോ എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ അത് ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ, നാലാമത്തെ കാര്യം, തൗബ ഒരിക്കലും നിർത്തരുത്. അള്ളാഹു നമ്മളെ ഒരിക്കലും വെറുക്കുന്നില്ല. എപ്പോഴും നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക. എന്നും തൗബ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നിസ്കാര ശേഷവും തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാം. അല്ലെ, നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നഫ്സിന്റെ 3 അവസ്ഥകൾ: നഫ്സുൽ അമ്മാറ, പാപത്തിലേക്ക് തള്ളുന്ന നഫ്സ്; നഫ്സുൽ ലവ്വാമ, പാപം ചെയ്താൽ കുറ്റബോധം തോന്നുന്ന അവസ്ഥ; നഫ്സുൽ മുത്മയിന്ന, അള്ളാഹുവിൽ സമാധാനം കണ്ടെത്തുന്ന ആത്മാവ്. അപ്പൊ നമുക്ക് നഫ്സുൽ അമ്മാറയിൽ നിന്നും നഫ്സുൽ മുത്മയിന്നയിലേക്കാണ് എത്തേണ്ടത്. ഇൻഷാല്ല ഒരു മുസ്ലിമ ഓർക്കേണ്ടത്, ഒരു നല്ല മുസ്ലിമ ആകുന്നത് പെർഫെക്ഷൻ അല്ല, അത് ദിവസവും അള്ളാഹുവിലേക്ക് തിരികെ വരിക, വീണാലും വീണ്ടും എഴുന്നേൽക്കുക, നഫ്സിനേക്കാൾ ഈമാൻ ശക്തമാക്കുക എന്ന യാത്രയാണ്. അള്ളാഹു ആറ്റി നഫ്സി തഖ്വാഹ വസക്കാഹ അൻത ഖൈറും മിൻ സക്കാഹ അൻത വലിഹ വ മൗലാഹ. അള്ളാഹു എന്റെ ആത്മാവിന് തഖ്വ നൽകണേ, അതിനെ ശുദ്ധീകരിക്കണമേ, അതിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലവൻ നീ അത്ര, നീയാണ് അതിന്റെ രക്ഷകനും യജമാനനും. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ നടത്തുന്ന നഫ്സുൽ അമ്മാറ ടു നഫ്സുൽ മുത്മയിന്ന എന്നുള്ള ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. സ്ത്രീകൾക്ക് മാത്രമാണ് അവസരമുള്ളത്. 500 രൂപ ഫീസ് ഉള്ള ഈ ഒരു കോഴ്സ് ഈ മാസം മാത്രം വെറും 300 രൂപയ്ക്കാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ ഒരു മാസം, ഈ മെയ് മാസം മാത്രമാണ്, ഈ ഒരാഴ്ച മാത്രം. അടുത്ത തിങ്കളാഴ്ചയോട് കൂടിയിട്ട് ഈ ഓഫർ തീർന്നതാണ്. പിന്നീട് 500 രൂപയാണ് ഫീസ് വരിക. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇൻഷാ അല്ലാ നമ്മളെല്ലാവരെയും അള്ളാഹു നഫ്സുൽ മുത്മയിനയിലേക്ക് എത്താനും ഹിദായത്തോട് കൂടിയിട്ട് മരണപ്പെടാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.